ഇപ്പോൾ iOSന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOS 16.3 എന്ന ആ ഒരു അപ്ഡേറ്റ് ലോഞ്ച് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു അപ്ഡേറ്റിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇതുവരെ ചെയ്യാത്ത കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. പക്ഷേ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു അടിപൊളി സെക്യൂരിറ്റി ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു 16.3. അപ്പം നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ മെയിൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പം 2 മെയിൻ ഫീച്ചേഴ്സ് ആണ് അവർ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ iCloud ഉണ്ടല്ലോ, നമ്മുടെ ഫോട്ടോസൊക്കെ ആ ഒരു iCloudലാണ് സേവ് ആവുക. അതുപോലെ തന്നെ ആപ്പിളിനകത്തെ ഒരു ഇക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെ ആ ഒരു iCloudന്റെ ബേസിലാണ്. ഓക്കെ, അപ്പം ഈ iCloudലെ ഡാറ്റാസൊക്കെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി സേഫ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റിയിലാണ് ആപ്പിൾ തരുന്നത്. ഇപ്പം കഴിഞ്ഞ ആ ഒരു 16.2-ൽ പുതിയൊരു ഫീച്ചറും കൂടി അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു അവരുടെ ആ ഒരു iCloudലേക്ക്. അതാണ് അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ. ആ ഒരു ഫീച്ചർ ആ ഒരു 16.2-ൽ US മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായുള്ളൂ. അപ്പം ആ ഒരു ഫീച്ചർ അവിടെ ലോഞ്ച് ആയപ്പം ബാക്കി എല്ലാ സ്ഥലത്തും നല്ലൊരു റെസ്പോൺസാണ് ആ ഒരു ഫീച്ചർ എല്ലായിടത്തും വരുത്തണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 16.3-ൽ ആ ഒരു അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഗ്ലോബലി എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പം എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് സെക്ഷൻ ഏറ്റവും മുകളിൽ കാണുമല്ലോ, ആ ഒരു അക്കൗണ്ട് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. iCloud ചെല്ലുക. iCloud ചെന്നിട്ട് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ ടേൺ ഓൺ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റയ്ക്ക് ഒരു എക്സ്ട്രാ ലെയർ സെക്യൂരിറ്റി കൊടുക്കുന്ന രീതിയാണ്. ഇത് നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിക്കവറി കീ നിങ്ങൾക്ക് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു റിക്കവറി കീ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, ഈ ഒരു ഫീച്ചർ ഓൺ ആക്കിയിട്ട് നിങ്ങൾ ആ ഒരു കീ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫുൾ ഡാറ്റയും നഷ്ടമാവും. ആപ്പിളിനൊന്നും ചെയ്യാൻ പറ്റില്ല. ആപ്പിൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു റിക്കവറിക്ക് നല്ല രീതിയിൽ കെയർ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു iCloudലുള്ള എല്ലാ ഡാറ്റാസും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പം ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ iPhone 16.3 എന്ന ആ ഒരു അപ്ഡേറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ മെയിൻ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ഐഡിക്ക് ഒരു എക്സ്ട്രാ ലെയർ സെക്യൂരിറ്റി കൊടുക്കുക. ഇപ്പം സെക്യൂരിറ്റിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഒരു ഫിസിക്കൽ ഡിവൈസിലേക്ക് സ്റ്റോർ ചെയ്യുക, ഒരു കീ ഷെയർ ചെയ്യുക എന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വിൻഡോസിലൊക്കെ ഉള്ളതാണ്, പണ്ട് തൊട്ട് ഉള്ളതാണ്. ഈ വിൻഡോസിൻ്റെ ബിറ്റ് ലോക്കർ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അതായത് നമ്മുടെ ഒരു ഡ്രൈവ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ലോക്ക് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി USB ഡ്രൈവ് സെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ അവർ ചോദിക്കും. അപ്പോൾ ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവിടെ. നമ്മുടെ ആപ്പിൾ ID ഒരു ഫിസിക്കൽ USB ഡ്രൈവിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കീ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു USB വെച്ച് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. FIDO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിസിക്കൽ USB ഡ്രൈവ് അല്ലെങ്കിൽ USB പെൻ ഡ്രൈവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ആമസോണിലൊക്കെ കാണാം. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇതൊരു പ്രത്യേകതരം കീ ആണ്. നമുക്ക് ഇതിനകത്ത് നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ഒരു ഫിസിക്കൽ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പം പാസ്വേഡൊക്കെ മറന്നു പോയാലും ഈ ഒരു ഫിസിക്കൽ ഡ്രൈവായിട്ടൊന്ന് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ഒതന്റിക്കേഷനാണ്, ഒരു സെക്യൂരിറ്റി ലെയർ തന്നെയാണ്, ക്രിപ്റ്റോഗ്രഫിയുടെ ബേസിലായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി അങ്ങനത്തെ എല്ലാ വഴിയും അടഞ്ഞു, പിന്നെ ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിസിക്കൽ ഡിവൈസാണ്. ഈ ഒരു ഫിസിക്കൽ ഡിവൈസിൽ നിങ്ങൾ കളഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയുണ്ടാവില്ല. ആ ഒരു അക്കൗണ്ട് നിങ്ങൾ പിന്നെ മറന്നേക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഇങ്ങനെ ഇത് ടേൺ ഓൺ ചെയ്താൽ നമുക്ക് നേരിടേണ്ടി വരും. ഓക്കെ, ഈ ഒരു ഫിസിക്കൽ ഡ്രൈവൊക്കെ സേഫാക്കി വെച്ചാൽ മാത്രം നമുക്കിത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പം ഈ 2 ഫീച്ചറാണ് മെയിനായിട്ടും ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു 16.3-ൽ വന്നിട്ടുള്ളത്. ഇനി മൂന്നാമതായിട്ടൊരു ഫീച്ചറാണ്, സെക്യൂരിറ്റി ഒരു ഫീച്ചറാണ്. ഇപ്പം ആപ്പിൾ അവരുടെ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ ലോഞ്ച് ചെയ്തല്ലോ, അതിനകത്ത് ഹോം പോഡിൻ്റെ 2nd ജെന്നിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമുക്ക് ഈ 16.3-ൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ US ബ്ലാക്ക് ഹിസ്റ്ററി മന്ത് ആ ഒരു ഡേ അവിടെ ആഘോഷിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ആപ്പിൾ അവരുടെ ആ ഒരു വാൾപേപ്പറിൽ പുതിയൊരു വാൾപേപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു 16.3-ൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു 16.3-ൻ്റെ ആ ഒരു അപ്ഡേറ്റിനെ പറ്റി. ഒരു ബെസ്റ്റ് സേഫ്റ്റി സെക്യൂർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് ഈ ഒരു 16.3-ൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ഓടിച്ചൊന്നും ചെയ്യാൻ പറയത്തില്ല, കാരണം ഈ ഒരു അപ്ഡേറ്റിലും കുറച്ചൊക്കെ ബഗ്സ് ഉണ്ട്. എൻ്റെ iPhone SE 2nd ജനറേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ചില രീതിയിലുള്ള ബഗ്സ് നമുക്ക് കാണാൻ പറ്റും. അത് അടുത്തൊരു ഫിക്സ് ആവുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പം കുറച്ചുകൂടി ടൈം എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ. അപ്പം ഈ വീഡിയോ തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ.